ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെസ്കോ കുറയാനഗി. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവർ അലി. സമയവുമില്ല. എങ്കിലും അവർ പറഞ്ഞു, നിന്റെ അച്ഛൻ വയലിൻ വായിക്കുമല്ലോ. വീട്ടിൽ ഒത്തിരി വയലിനുണ്ടല്ലോ. എന്ന് വെച്ച് നമ്മുടെ വീട് വയലിൻ വിൽക്കണ കടയാക്കണോ? ഏയ് അല്ലല്ലോ. ഞെടിയിടയിൽ അമ്മയുടെ തൊപ്പി കൈക്കലാക്കിക്കൊണ്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു. ഹെഡ്മാസ്റ്റർ ടോട്ടോച്ചനും അമ്മയും അകത്തേക്ക് പ്രവേശിച്ചു. അവരെ കണ്ടിട്ടായിരിക്കണം മാസ്റ്റർ കസേരയിൽ നിന്നും എഴുന്നേറ്റു. നേർത്ത തലമുടി, വായിൽ ഏതാനും പല്ലുകൾ കാണാനില്ല. പക്ഷെ പ്രസന്നമായ മുഖം, അധികം ഉയരമില്ലെങ്കിലും ഉറപ്പു തോന്നിക്കുന്ന ചുമലുകൾ, ശ്രദ്ധയോടെ ധരിച്ച വസ്ത്രങ്ങൾ. സൂട്ടിന്റെ നിറം നരച്ച കറുപ്പ്. തിടുക്കത്തിൽ തലയൊന്ന് താഴ്ത്തി വന്ദിച്ച ശേഷം ടോട്ടോച്ചൻ ചോദിച്ചു, സ്റ്റേഷൻ മാസ്റ്ററാണോ സ്കൂൾ മാസ്റ്ററാണോ? അമ്മ ഒന്ന് പരിഭ്രമിച്ചു. അവൾക്ക് എന്തെങ്കിലും പറയാനാവും മുമ്പ് മാസ്റ്റർ ഭവ്യതയോടെ പറഞ്ഞു, ഞാനിവിടുത്തെ ഹെഡ്മാസ്റ്ററാണേയ്. മാസ്റ്ററുടെ മറുപടി അവൾക്ക് ബോധിച്ചു. ഹായ്, എനിക്കിഷ്ടായി. ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ചേരാൻ പോവുക, ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു. അവൾക്കിരിക്കാൻ ഒരു കസേര നീക്കിയിട്ടുകൊണ്ട് മാസ്റ്റർ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ, ഞാൻ ഇവളോട് ഒന്ന് സംസാരിക്കട്ടെ. അത് കേട്ടപ്പോൾ കൊച്ചു ടോട്ടോ ഒന്ന് പരിഭ്രമിക്കാതിരുന്നില്ല. എന്നാൽ ആ നിമിഷം തന്നെ ഈ മാസ്റ്ററോടൊപ്പം കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് എന്തുകൊണ്ടോ അവൾക്ക് തോന്നി. ശരി, അങ്ങനെയാവട്ടെ. അമ്മ ആത്മവിശ്വാസത്തോടെയാണ് അത് പറഞ്ഞത്. വാതിൽ തുറന്ന് അവർ പുറത്തേക്ക് നടന്നു മറഞ്ഞു. മുറിയിൽ ടോട്ടോച്ചനും മാസ്റ്ററും മാത്രമായി. ഒരു കസേര വലിച്ചടുപ്പിച്ച് അവൾക്കഭിമുഖമായി ഇരുന്ന് തെളിഞ്ഞ സ്വരത്തിൽ മാസ്റ്റർ പറഞ്ഞു, ടോട്ടോച്ചൻ, നിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. തുടങ്ങിക്കോളൂ. നിനക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്ത് വേണമെങ്കിലും പറയാമോ? അവൾക്ക് അതിശയം തോന്നി. മാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുമെന്നായിരുന്നു അവളുടെ ധാരണ. എന്തു പറയണമെന്നറിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ ചിലക്കാൻ തുടങ്ങി. തങ്ങൾ വന്ന തീവണ്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച്, ടിക്കറ്റ് കളക്ടറുണ്ടായ വാഗ്ദത്തെക്കുറിച്ച്, പഴയ സ്കൂളിലെ ടീച്ചറുടെ ചന്തത്തെക്കുറിച്ച്, കുരുവിയുടെ കൂടിനെക്കുറിച്ച്, കുസൃതിക്കാരനായ റോക്കിപ്പട്ടിയുടെ വേലത്തരങ്ങളെക്കുറിച്ച്, കിൻഡർഗാർട്ടൻ ക്ലാസ്സിൽ വെച്ച് ഒരു കത്രിക വായിൽ വെച്ച് ടിക് ടിക് എന്ന ശബ്ദമുണ്ടാക്കിയതിനെക്കുറിച്ച്. ടോട്ടോ, അത് വായ്ക്കുള്ളിൽ നിന്നെടുക്ക്, നിന്റെ നാക്ക് മുറിഞ്ഞുപോകും എന്ന് ടീച്ചർ ശാസിച്ചതിനെക്കുറിച്ച്, താൻ ശബ്ദം പുറത്തു കേൾക്കാത്ത വിധത്തിൽ രഹസ്യമായി കത്രിക വായിൽ സൂക്ഷിച്ചതിനെക്കുറിച്ച്, ഇടയ്ക്കിടെ മൂക്കു ചീറ്റുന്നത് കണ്ടിട്ട് തനിക്ക് ജലദോഷമാണോ എന്ന് അമ്മ സംശയിക്കാറുള്ളതിനെക്കുറിച്ചു, അച്ഛൻ നന്നായി നീന്തുന്നതിനെക്കുറിച്ച്, വെള്ളത്തിലേക്ക് മനോഹരമായി ഊളിയിടുന്നതിനെക്കുറിച്ച്, എല്ലാം ഒരടുക്കും ചിട്ടയുമില്ലാതെ അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു.